മുഖ്യമന്ത്രി ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത്? ഇതിന്റെ പ്രശ്നം എന്താണ്? നുണ പറഞ്ഞു മുഖ്യമന്ത്രി എന്നുള്ളതാണ്. കേരളത്തിൽ 10,000 കോടി നിക്ഷേപിക്കാൻ ഇന്ത്യയിലെ പ്രമുഖ ഗ്രൂപ്പ് സന്നദ്ധമായി വന്നുവെന്നും അതിൽ ഒഫീഷ്യൽ ടോക്സ് നടക്കുകയാണ് എന്നും ഞങ്ങൾ അവർക്ക് ഭൂമി കൊടുക്കാൻ പോവുകയാണെന്നുള്ള നുണ, അത് വലിയ നുണയല്ലേ? എന്താ സംബന്ധിച്ചാൽ ടാറ്റയുമായി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഇടപാടും നടത്തിയിട്ടില്ല, ഒരു സംസാരവും ഉണ്ടായിട്ടില്ല. പറയുന്നതാണ് ടാറ്റയാണ്. അദ്ദേഹം ഇത് പറയുന്നത് കേൾക്കുമ്പോൾ ഇതിന്റെ അർത്ഥം അറിഞ്ഞു തന്നെയാണോ അദ്ദേഹം പറയുന്നത് എന്നുള്ള വലിയ കൗതുകം ഞങ്ങൾക്ക് തോന്നിയെന്നാണ് ടാറ്റയുടെ ഓഫീഷ്യൽ പറയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഞങ്ങളുടെ കമ്പനി 10,000 കോടി കേരളത്തിൽ നിക്ഷേപിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ മീനിങ്ങിനെ കുറിച്ച് അദ്ദേഹം ബോധവാനാണോ എന്ന് ഞങ്ങൾക്ക് കൗതുകം ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്. കാരണം അവർക്ക് അങ്ങനെ ഒരു ആലോചനയേ ഇല്ല. അപ്പൊ എന്തിനാണ് ഈ നുണ പറഞ്ഞത്? അപ്പൊ താൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങളൊരു സ്വപ്ന പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്, പോർട്ട് സിറ്റി. ആ സ്വപ്ന പദ്ധതി ഞങ്ങൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വൻകിട കമ്പനികൾ അതിൽ അട്രാക്റ്റഡായി വന്നിരിക്കുന്നു. ഇപ്പോഴാണ് കേരളത്തിൽ ഒരു ബിസിനസ് ഫ്രണ്ട്ലി ഗവൺമെന്റ് ഉണ്ടായിട്ടുള്ളത്, ഇപ്പോഴാണ് ഒരു പുതിയ ആശയമുള്ള സർക്കാർ വന്നിരിക്കുന്നത്. ആ സർക്കാരിനോട് സഹകരിക്കാൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനികളും ഇൻവെസ്റ്റേഴ്സും എല്ലാവരും ഇതാ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നെഗറ്റീവ് ബിൽഡ് ചെയ്യാൻ, ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ അദ്ദേഹം വ്യാജം പറയുകയാണ്. ഇങ്ങനെയാണോ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളെ എല്ലാം ഉള്ളടക്കം? അപ്പൊ ഇവർക്ക് ഈ പദ്ധതിയെ കുറിച്ച് വ്യക്തതയില്ല എന്നുള്ളത് ഏറ്റവും വലിയ എക്സാമ്പിളാണ്. ആകമാനം ഞങ്ങൾ സ്വരൂപിക്കാൻ ആഗ്രഹിക്കുന്നത് 10,000 കോടിയാണ്, പോസിബിളായ കാര്യമല്ല 10,000 കോടിയാണ്. അപ്പൊ ഈ പദ്ധതി പ്രഖ്യാപനം തന്നെ പ്രത്യേകമായ ആലോചനയോ ഹോംവർക്കോ പഠനമോ ഇല്ലാതെ നടത്തിയിട്ടുള്ള ഒന്നാണ്. എന്നിട്ട് ആ പദ്ധതി ഓൺ ആണെന്ന് കാണിക്കാൻ വേണ്ടി വ്യാജം പറയുക എന്നുള്ളതാണ്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ജനങ്ങളോട് വ്യാജം പറയാൻ വെച്ചാൽ ചെറിയ കാര്യമാണ്. അപ്പോൾ അടുത്ത ബുധനാഴ്ച അദ്ദേഹത്തിന്റെ വിസ്മയകരമായ വിശദീകരണം എന്താണ് എന്നറിയാൻ കാത്തിരിക്കുന്നു. എന്നതിന് ശേഷം എനിക്ക് പറയാൻ തോന്നുന്നു. കാരണം ഓൾറെഡി ആളുകൾക്ക് മനസ്സിലായി, എക്സ്പോസ്ഡ്, CM is exposed.